സത്യം പറഞ്ഞാൽ ആകെ വെപ്രാളപ്പെട്ട് നമ്മൾ അർജുൻ ജിൻഡോയ്ക്ക് പുറകെ. ഇപ്പം ജിൻഡോയെ വിളിക്കുന്നു, ഞാൻ എന്താ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് ജിൻഡോയുടെ പുറകെ. ജിൻഡോ പോകാൻ തയ്യാറല്ല, എന്നാലും അർജുൻ പുറകെ തന്നെ. അർജുൻ ആകെപ്പാടെ പരിഭ്രാന്തി തന്നെയാണ്. ജിൻഡോ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അർജുന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ വെപ്രാളവും ഇത് ആവലാതിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ റസ്മിൻ കൊടുത്ത ഒരു പരാതിയാണ്. ജിൻഡോയ്ക്കെതിരെ കൊടുത്തു. ജിൻഡോ പലപ്പോഴും പുറത്ത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അത് പലരും കേട്ടവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫാഷിയായിട്ട് നിർത്തിയത് അർജുനെയാണ്. അർജുനൻ ഫാഷിയായിട്ട് പറയാൻ കയറിയപ്പോൾ അർജുൻ ഒരു കാരണവശാലും വിചാരിച്ചില്ല ഈ ഇത്രമാത്രം ഒരു 8ൻ്റെ പണി ജിൻഡോയിൽ നിന്ന് കിട്ടുമെന്ന്. ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അർജുൻ ജിൻഡോയ്ക്കെതിരെ ഫാഷി പറയാൻ എണ്ണിക്കുമെന്ന്. അതുപോലൊരു പണിയാണ് കൊടുത്തത്. അപ്പം അർജുൻ പറഞ്ഞത്, ജിൻഡോ പറഞ്ഞിട്ടുണ്ട് പുറത്തെ ബിഗ് ബോസിൻ്റെ ക്രൂ പല കാര്യങ്ങളും റസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് റസ്മിൻ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് ഞാൻ കേക്കെ പറഞ്ഞു എന്നാണ് അർജുൻ പറയുന്നത്. അപ്പോഴേ ജിൻഡോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് റസ്മിൻ പുറത്തു നിന്ന് അകത്തേക്ക് വന്നതിന് ശേഷം റസ്മിൻ്റെ ഗെയിം മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അർജുൻ ഉടൻ തന്നെ പറയുന്നു, അതെ അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ അതിലൂടെ ജിൻഡോ അർത്ഥമാക്കുന്നത് മറ്റു വിധത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ തന്നെ കേസ് പണ്ടാരം അടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പം അർജുനിട്ട് ജിൻഡോ ഒരു പണി കൊടുക്കും. സാക്ഷിയായിട്ട് വന്ന അർജുൻ ഒരിക്കലും ആവശ്യം വിചാരിച്ചില്ല. റസ്മിനെതിരെ ഒരു കേസ്, ജിൻഡോയ്ക്കെതിരെ പരാതി കൊടുത്തു. അപ്പം ജിൻഡോയ്ക്കെതിരെ ചില ഇതുമായിട്ട് നീങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും ജിൻഡോ അടുത്ത് അടിയായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ നമ്മുടെ അർജുനും ഇവിടെ ഇരുന്ന് ലെറ്റർ എഴുതുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പം അർജുൻ്റെ മുഖത്തെ ചിരിയും വെപ്രാളവും പരവശവും ഒക്കെ ഒന്ന് കാണുമായിരുന്നു. അർജുൻ ലെറ്റർ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അർജുൻ്റെ ഗ്യാസ് മൊത്തം പോയി. അതാണ് അവസ്ഥ. ആ കാര്യം എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു ഇതുമായിട്ടാണ് അർജുൻ ഇങ്ങനെ ജിൻഡോയുടെ പുറകെ നടക്കുന്നത്. അത് ഞാൻ ഫോട്ടോയുടെ പുറകിൽ എഴുതിയ ഒരു കാര്യമായിരുന്നു. അതിങ്ങനെയാണ്, അതങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഇത് അർജുൻ്റെ വെപ്രാളമൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, അത് ആർക്ക് കൊടുക്കാനുള്ളതാണ് എന്നുള്ളത് ഇനി അറിഞ്ഞാൽ മതി. അപ്പോൾ ഫ്രീരേഖയൊക്കെ ജിൻഡോടി എന്ന് പറയുന്നുണ്ട്, അർജുനനും ഫ്രീദുവും തമ്മിലുള്ള വിഷയം അത് വലിയൊരു പ്രശ്നമാക്കരുത്, അത് അവർക്ക് പുറത്തെ പ്രശ്നമാവരുത്, അവരെ ഭാവിയെ ബാധിക്കരുതെന്നൊക്കെ ഫ്രീരേഖ ചെന്ന് പറയുന്നുണ്ട്. അന്നേരം ജിൻഡോ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ എനിക്കറിയാം, പല കാരണങ്ങളും ഉണ്ട്, അത് വേണ്ട സമയത്ത് ഞാൻ പ്രയോഗിച്ചോളാം എന്ന് പറയുന്ന ജിൻഡോയെ നമുക്ക് കാണാം. ജിൻഡോ കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനുള്ള വെടിമരുന്ന് എൻ്റെ കൈവശമുണ്ട് എന്ന്. പക്ഷേ റസ്മിൻ ഈ കേസ് കൊടുത്തപ്പോൾ റസ്മിൻ ഒരു കാരണവശാലും വിചാരിച്ചില്ല ഇങ്ങനൊരു പണി തനിക്കെതിരെ കിട്ടും. അത് തൻ്റെ കൂടെ നിൽക്കുന്ന അർജുന് കിട്ടി, നോറയ്ക്ക് കിട്ടി. നോറ ഇതിനിടയിൽ ഭയങ്കര മണ്ടത്തരം കാണും. നോറ ഒരു ഫോട്ടോയുടെ കാര്യം പറയും, പുറത്തെ ഫോട്ടോയുടെ കാര്യം നോറ ഇങ്ങനെ അകത്തറിഞ്ഞു. ഇതാണ് പ്രശ്നം. പുറത്ത് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തൊരു ഫോട്ടോ ഉണ്ട്, ജിൻഡോയും നോറയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോയുടെ കാര്യം എങ്ങനെ നോറ അകത്തെറിഞ്ഞു, കട്ടാലത്ത് ഞാൻ ഇങ്ങനെയായിട്ടൊരു ഫോട്ടോ എടുത്തെന്നൊക്കെ ഈ നോറ പറയുന്നുണ്ട്. ഇത് നോറ പുറത്തെ കാര്യങ്ങൾ അകത്തറിഞ്ഞപ്പോൾ അത് നിശ്ചയമായിട്ടും നമ്മുടെ റസ്മി പറഞ്ഞു കൊടുത്തതാകാം. അത് മറ്റുള്ള മത്സരാർത്ഥികൾക്കും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ റസ്മിൻ കൊടുത്ത കേസ് ഒരുമാതിരി റസ്മിന് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കും നോറയ്ക്കും അർജുനും എതിരായിട്ടൊരു വിഷസർപ്പം കണക്ക് ഇങ്ങനെ ഏത് നിമിഷവും കൊത്താനായ രീതി തന്നെ നിൽക്കുകയാണ്. അത് ജിൻഡോ
ഇനി അടുത്ത പരിപാടി എന്താണ്, ആർക്കിട്ടാണ് കൊട്ടുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ റസ്മിന് കിട്ടിയ കൊട്ട് റസ്മിൻ കറക്റ്റ് പറഞ്ഞ നിലം പരിശായിപ്പോയി.